ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ദിവസം ചൊല്ലേണ്ട ദിക്റുകളുടെ ഒരു സമാഹാരമാണ് നമ്മുടെ പള്ളികളിൽ ഇശാ ബാങ്കിനു ശേഷം നടക്കുന്ന ഹദ്ദാദ് റാത്തിബ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ അതിനെ നിസ്സാരമായി കാണാറുണ്ട്. ഹദ്ദാദ് റാത്തിബ് നിസ്സാരല്ല. ഹദ്ദാദ് റാത്തിബിലുണ്ട് ആയത്തുൽ കുർസി, ഹദ്ദാദ് റാത്തിബിലുണ്ട് ആമനർ റസൂൽ, ഹദ്ദാദ് റാത്തിബിലുണ്ട് അഊദു ബികലിമാത്തില്ലാ, ഹദ്ദാദ് റാത്തിബിലുണ്ട് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി, ഹദ്ദാദ് റാത്തിബിലുണ്ട് യാ ദൽ ജലാലി വൽ ഇക്റാം. പറഞ്ഞാൽ തീരാത്ത പോരിശയുള്ള ആ ദിക്റുകളെ ഒരു 10 മിനിറ്റ് കൊണ്ട് ചൊല്ലിത്തീർക്കാൻ പറ്റുന്ന തരത്തിൽ മഹാന്മാരായ മുൻഗാമികൾ നമുക്ക് വേണ്ടി ക്രോഡീകരിച്ചു വെച്ചതാണ് ഹദ്ദാദ് റാത്തിബ്. ഈ പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, പ്രതിസന്ധികളുടെ സമയത്ത് നമ്മൾ ഹദ്ദാദ് ചൊല്ലുന്നവരാകണം. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. ഈ കാലത്ത് നമ്മുടെ മക്കൾ കേടാകുന്നു എന്ന് നമ്മൾ പരിതപിക്കുന്നു, അവരെ കൊണ്ട് ഹദ്ദാദ് ചൊല്ലിപ്പിക്കൂ. നമ്മുടെ വീടുകൾ പ്രയാസത്തിലാണെന്ന് നമ്മൾ വിഷമിക്കുന്നു, ആ വീട്ടിൽ ആയത്തുൽ കുർസിയും, ആ വീട്ടിൽ ആമനർ റസൂലും, ആ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദിക്റുകളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഹദ്ദാദ് റാത്തിബ് ഉൾപ്പെടെയുള്ള സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കൂ. അല്ലാഹു നമ്മുടെ ഭവനങ്ങൾക്ക് സമാധാനം നൽകും. അല്ലാഹു നമ്മുടെ ജീവിതത്തിന് സമാധാനം നൽകും.